ടെന്നീസ് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. പുഷ്പോത്സവത്തിന്റെ ഒന്നാം ദിവസം. തിരുവല്ല പുഷ്പോത്സവം 2026 ഒന്നാം ദിവസം. മനുഷ്യൻ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുവാനും മനസ്സിന് ശാന്തിയും സമാധാനവും ലഭിക്കുവാനും പുഷ്പോത്സവം പോലെയുള്ള മേള വഴി സാധിക്കും. നമ്മുടെ ഗസ്റ്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആളുകളും നല്ല തിരക്കായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവരും നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്ത് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ അവിടെ നിന്ന് കളിക്കുന്നത് കാണാം. ടെന്നീസ് ടോക്സുമായിട്ട് പല പ്രമുഖരും സംസാരിച്ചു. അവരുടെയെല്ലാം ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട്. അവരെല്ലാം ഇൻ്റർവ്യൂ ഞാൻ പിന്നീട് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഈ സമയം ഗസ്റ്റുകൾ സാംസ്കാരിക സമ്മേളനത്തിലേക്ക് എത്തുകയാണ്. എല്ലാവരും ഒരുമിച്ച് നിന്ന് ഫോട്ടോകളൊക്കെ എടുത്തു. അവിടുത്തെ സുന്ദരമായ കാഴ്ചകൾക്ക് ശേഷം പൊതുസമ്മേളനത്തിന് നഗരിയിലേക്ക് കയറി. ജോജി പി തോമസ് സ്വാഗത പ്രസംഗം നടത്തി. തുടർന്ന് എല്ലാ സാമൂഹ്യ മത നേതാക്കന്മാരും അവിടെ ഉണ്ടായിരുന്നു. അവരുടെ എല്ലാം വാക്കുകൾ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നിറഞ്ഞ ഒരു പുഷ്പോത്സവത്തെ പറ്റിയായിരുന്നു. ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് ഓർത്തഡോക്സ് സഭയുടെ നിരണ ഭദ്രാസനാധിപൻ ഡോക്ടർ ക്രിസോസ്റ്റമോസ് മെത്രാപ്പൊലീത്തയായിരുന്നു. എല്ലാ പ്രവർത്തനങ്ങളും വിജയകരമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ കലാസദ്യ നിങ്ങളുടെ അനുവാദത്തോടെ ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ ശ്രമിച്ചു. അധ്യക്ഷപദം അലങ്കരിച്ചത് ജിജി വട്ടശ്ശേരിയായിരുന്നു. ഏതെങ്കിലും നിലയിലുള്ള ദുർഗന്ധം വഹിക്കുന്ന വേസ്റ്റുകളെയാണ് അത് വളമാക്കി ഏറ്റെടുക്കാറുള്ളത്. എന്നാൽ നമുക്ക് നൽകുന്നതോ നല്ല സൗന്ദര്യവും സൗരഭ്യവുമാണ്. സ്വാമി നിർവണാനന്ദ, ഇമാം നാഫൽ ഹുസൈനി, അഡ്വക്കേറ്റ് വർഗീസ് മാമൻ, അഡ്വക്കേറ്റ് ആർ സനൽകുമാർ, കെ ആർ പ്രതാപചന്ദ്രവർമ്മ, ജോജി പി തോമസ്, തോമസ് വർഗീസ്, ബിജോ വട്ടശ്ശേരിൽ, സുപ്രിട്ടി തോമസ്, മാർത്ത ജോൺ, ശാന്ത ജോർജ് എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് കലാസന്ധ്യ ആരംഭിച്ചു. അഭിമന്യ പിതാവുമായി മുഖാമുഖം. എല്ലാവർക്കും സ്നേഹ വന്ദനം. കഴിഞ്ഞ 4 പതിറ്റാണ്ട് കാലമായി തിരുവല്ലയിൽ നടക്കുന്ന ഈ പുഷ്പമേളയുടെ തുടക്ക ദിവസം വന്ന് സംബന്ധിക്കാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ട്. മനോഹരമായ ചെടികളും പുഷ്പങ്ങളും ഇവിടെ പ്രദർശിക്കപ്പെടുന്നു. അത് മനുഷ്യ മനസ്സുകൾക്ക് വലിയ സന്തോഷവും സമാധാനവും നൽകുന്ന ഒരു വലിയ ആനന്ദകരമായ അനുഭവമാണ്. സംഘാടകരെ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു. എല്ലാവരും ഇത് പ്രയോജനപ്പെടുത്തണമെന്ന് സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.